കേരളത്തിലെ ജനങ്ങളെ ആകെ ദുഃഖത്തിലാഴ്ത്തി ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് നേരം പുലർന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നിന്ന് ഉരുൾപൊട്ടി ചൂരൽമല കടന്ന് അത് വയനാട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒഴുകി എന്നതൊപ്പം തന്നെ അത് മല കടന്ന് ഇപ്പുറത്തേക്ക് ചാലിയാറിലേക്ക് കടന്ന് ചാലിയാർ വഴി വെള്ളച്ചാട്ടം വഴി അത് എത്തിയത് പോത്തുകൽ പോലെയുള്ള പ്രദേശങ്ങളിൽ താഴേക്ക് നിലമ്പൂർ ഏരിയയിലേക്ക്. ആ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത ഒരു ഉരുൾപൊട്ടലല്ല, പലവട്ടം പൊട്ടി എന്നാണ് പറയുന്നത്. രാത്രി 2 മണിക്കാണോ 12 മണിക്കാണോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പല പ്രാവശ്യം പൊട്ടി. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ചിലയിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ ഫലമായി ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ 106 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 106 മൃതശരീരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ്. നിരവധി പേർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുണ്ട്. ഇനിയും നിരവധി പേരെ കാണാനില്ല എന്ന പരാതിയുണ്ട്. നമുക്കറിയില്ല, എല്ലാവരുടെയും ജീവൻ രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ഈ മനുഷ്യരുടെ എല്ലാവരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് അതിൽ വലിയ ശക്തമായ അനുശോചനം നമ്മളെല്ലാവരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരാശങ്കയും നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. കാരണം ഇത് ആദ്യത്തേതല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് 2018 മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ എല്ലാ വർഷവും എന്ന പോലെ ഒന്നോ അതിലധികമോ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വയനാട്ടിൽ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പുത്തുമല എന്ന് വലിയ ദുരന്തമുണ്ടായ സ്ഥലം. പുത്തുമലയിലും ഇതുപോലെ വലിയ ദുരന്തമുണ്ട്. ആ മലയുടെ ഇപ്പുറത്ത് കവളപ്പാറയിൽ, അത് മലപ്പുറം ജില്ലയിലാണ്, കവളപ്പാറയിൽ ഉണ്ടായ ദുരന്തവും നമ്മൾ മറന്നുപോയിട്ടില്ല. അതും ചാലിയാറിലേക്ക് വലിയ തോതിൽ ഒഴുകി വരികയും ഇപ്പോഴും അവിടെ മരിച്ച എല്ലാവരുടെയും ശവശരീരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് നമ്മളവിടെ നിൽക്കട്ടെ, അമൃത ശരീരങ്ങൾ കിട്ടുമോ എന്ന് ഇനി പറയാൻ പറ്റില്ല, എത്ര കൊല്ലങ്ങൾ. ഏതായാലും എന്തുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്നു എന്ന് വലിയ ചോദ്യമുണ്ട്. അതിനു മുമ്പ് തന്നെ പറയട്ടെ, അവിടെ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കുക, അവരെ പരിക്ക് പറ്റിയവരെ സഹായിക്കുക, അവരുടെ റിലീഫ് മറ്റ് സംഗതികൾ ചെയ്യുക, അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിക്കുക, അവരുടെ ക്യാമ്പുകൾ നന്നായി നടത്തുക, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതിനൊക്കെ പുറമെ അവരുടെ റീഹാബിലിറ്റേഷൻ, പുനഃസ്ഥാപനം, പുനരധിവാസവും പുനഃസ്ഥാപനവും, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്, വലിയ ചോദ്യചിഹ്നങ്ങളായുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നുവെന്നാണ്. കേവലം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി മഴയുണ്ടാകുന്നു, ക്ലൗഡ് ബേഴ്സ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പേര് പറയും, ഉണ്ടാകുന്നു എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ നമുക്ക് കഴിയുമോ? ഇതൊരു ഗവൺമെന്റിന്റെ പ്രശ്നമല്ല, ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല, കേരളത്തിന്റെ ആകെ പ്രശ്നമാണ്. നിരന്തരമായി ഇങ്ങനെ ഉരുൾപൊട്ടുക. ഇപ്പോൾ പെട്ടിമുടിയിൽ നമുക്കറിയാം വലിയൊരു ഉരുൾപൊട്ടുണ്ടായി, കൂട്ടിക്കല്ലുണ്ടായി, തൃശ്ശൂർ ജില്ലയിലെ കുറാഞ്ചേരിയിലുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിലേക്ക് നമ്മൾ വരുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥാ മാറ്റത്തിന് ഏറ്റവും വൾണറബിളാണ്, ഏറ്റവും അധികം ബാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ന് കാണേണ്ടി വരും. പശ്ചിമഘട്ടത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് വളരെ കുറച്ച് ദൂരമേ. അറബിക്കടലിലെ കാലാവസ്ഥ തന്നെ വലിയ തോതിൽ മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് അറബിക്കടലിലും ന്യൂനമർദ്ദം കാണും. ഒരു 10 വർഷം മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ മാത്രം കണ്ടിരുന്ന ന്യൂനമർദ്ദം ഇപ്പോൾ ന്യൂനമർദ്ദവും പാത്തിയും തോണിയും ഒക്കെ നമുക്കിപ്പോൾ അറബിക്കടലിൽ കാണും. അറബിക്കടലിലെ ന്യൂനമർദ്ദം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ന്യൂനമർദ്ദം ഉണ്ടാവുകയും മേഘങ്ങൾ രൂപപ്പെടുകയും കാറ്റ് വരികയും ചെയ്താൽ വളരെ പെട്ടെന്ന് മേഘങ്ങൾ പശ്ചിമഘട്ടത്തിലെത്തുകയും അവിടെ മഴയായി പെയ്തിറങ്ങുകയും ചെയ്താൽ, ഇപ്പോൾ നമുക്കറിയാം മഴ എന്ന് പോലും പറയാൻ പറ്റില്ല, മഹാമാരി പോലെ പെയ്തിറങ്ങുകയും ചെയ്താൽ പശ്ചിമഘട്ടത്തിന്റെ സുസ്ഥിരത നമുക്ക് വളരെ പ്രധാനമാണ്. നമുക്കറിയാം 2012 മാധവ് ഗാഡ്ഗിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കേരളത്തിന്റെ വാട്ടർ ടവർ എന്നാണ് പശ്ചിമഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. വാട്ടർ ടവർ ഒരു നല്ല പേരാണ്, പക്ഷേ വാട്ടർ ടവർ പൊട്ടിയാൽ അതിന് പ്രളയവുമാണ് ഫലം എന്നാണ് കഴിഞ്ഞ 6 വർഷമായി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തടയാൻ എല്ലാവരും ചേർന്ന പരിശ്രമം വേണം എന്നാണ് ആദ്യമായി പറയാൻ. ഇതിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യമോ അല്ലെങ്കിൽ ചില മാഫിയ ശക്തികളുടെ ഇടപെടലോ ഒന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യജീവനാണ്, മനുഷ്യന്റെ സമ്പത്താണ്. ഇത്രയധികം മനുഷ്യരുടെ ജീവൻ, അവരുടെ ജീവിതം, അവരുടെ വീട് എല്ലാം നശിക്കുമ്പോൾ അത് സാരമില്ല, നമുക്ക് വികസനം മുമ്പോട്ട് പോകണ്ടേ എന്ന ചോദ്യം ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഈ ഓരോ മനുഷ്യരുടെയും ജീവൻ ഏത് വികസനത്തെക്കാൾ വലുതാണ് എന്ന് തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം പശ്ചിമഘട്ടത്തിൽ വലിയ തോതിൽ വിനാശം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഗാഡ്ഗിൽ അടക്കം നിരവധി റിപ്പോർട്ടുകൾ, ഗാഡ്ഗിലിന് ഒടുവാണ്, അതിനു മുമ്പുള്ള പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു. നമ്മൾ കുറെ കാലമായി നിരന്തരം ചർച്ച ചെയ്യുന്നത് വന്യമൃഗ ആക്രമണം ആയി സംബന്ധിച്ചാണ്.
വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം. ഞാൻ ആക്രമണം എന്നൊന്നും പറയില്ല. വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാറില്ല, അവർ കാട്ടിലുള്ള ആളുകൾ, അവരൊക്കെ നാട്ടിൽ വരും. എന്തുകൊണ്ട് വരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഇങ്ങനെ ശക്തമായ ഉരുൾപൊട്ടൽ വെറുതെ ഉണ്ടാകും. അതിന് ചില കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ പ്രധാനമായും പശ്ചിമഘട്ടം എന്ന ലോലമായ പ്രദേശത്ത് നമുക്ക് അവിടെയുള്ള പാറകളും മണ്ണും ജൈവ രൂപങ്ങളും മരങ്ങളും അതുപോലെ നിലനിന്നില്ല എങ്കിൽ അതിനിടയിലേക്ക് ഈ പെരുമഴ മഹാമാരി വലിയ തോതിൽ വെള്ളമിറക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു വിടവിൽ കൂടി പോലും കുറച്ച് സമയം കൊണ്ട് വലിയ തോതിൽ വെള്ളം താഴേക്ക് ഇറങ്ങിയാൽ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഈ വെള്ളത്തിന്റെ കനം കൊണ്ട് തന്നെ മണ്ണോ പാറ കൂട്ടങ്ങളോ ഒക്കെ മലയിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ അത് മരങ്ങൾ കൊണ്ടുവരും. മരങ്ങൾ മാത്രമല്ല, പോരുന്ന വഴിക്കുള്ള മുഴുവൻ വീടുകളും കടകളും മറ്റു കെട്ടിടങ്ങളും റിസോർട്ടുകളും അങ്ങനെയില്ല, മനുഷ്യരും എല്ലാം അതിൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുക. വളരെ ശക്തിയോടുകൂടി വലിയ മൊമെന്റത്തിലുള്ള വലിയ ഭാരമുള്ള സംഗതികളാണ് താഴേക്ക് വരുന്നത്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നാശമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ മാത്രമല്ല, അതിനു മുമ്പും നമ്മൾ കണ്ടത്. ഉരുൾപൊട്ടൽ തടഞ്ഞേ പറ്റൂ. ഉരുൾപൊട്ടൽ തടയാൻ എന്താണ് മാർഗം എന്ന് പരിശോധിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് നമ്മൾ പറയും. പശ്ചിമഘട്ടത്തിൽ എത്ര മഴ പെയ്താലും ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ അടിയന്തരമായി ആലോചിക്കേണ്ടത്. ഉരുൾപൊട്ടൽ വന്നാൽ എന്ത് ചെയ്യണം നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഷിരൂരിൽ വലിയ തോതിൽ നമ്മളെല്ലാവരും ആശങ്കപ്പെട്ടു. അവിടെ നമ്മുടെ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഷിരൂരിലുണ്ടായ നമ്മുടെ ജീവൻ ആൾ മാത്രമല്ല, കർണാടകയിലെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും എല്ലാ ജീവനും ഒരുപോലെ തന്നെയാണ്. അവിടെ ഉണ്ടായ ആ മണ്ണിടിച്ചിലിനെ കുറിച്ച് നമ്മൾ വല്ലാതെ വേവലാതിപ്പെട്ടു. പക്ഷെ നോക്കൂ, അതേ സാധ്യതയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇടുക്കിക്ക് പോവുകയാണെങ്കിൽ, എറണാകുളത്ത് ഇടുക്കിക്ക് പോയാൽ നേര്യമംഗലത്തും അടിമാലിയിലും ഒക്കെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകും. ഈ ഉരുൾപൊട്ടൽ ഒരുപക്ഷെ കാറിന്റെ മേലോ ബസിന്റെ മേലോ വീഴുന്നില്ല, അല്ലെങ്കിൽ വലുതാകുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് അവഗണിക്കേണ്ട സംഗതിയല്ല. ഒരു 3 വർഷം മുമ്പ് പാർലമെന്റിൽ നൽകിയ ഒരു മറുപടിയുണ്ട്. അന്നത്തെ ഒരു കേന്ദ്ര പരിസ്ഥിതി മന്ത്രി നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ 59% സംഭവിച്ചത് കൊച്ചു കേരളത്തിലാണ്. നമുക്ക് അതിലും 1ാം സ്ഥാനമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് കേരളം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിനും നടപടി എടുക്കണ്ടേ? ആ നടപടികൾ എന്തൊക്കെയായിരിക്കണം? നമ്മുടെ ഖനന രീതികൾ ശരിയാണ്. ഇപ്പൊ തന്നെ ഇതിന് നമ്മുടെ മുണ്ടക്കൈയുടെ തൊട്ടു മുകളിൽ ഹാരിസ് ആൻഡ് എസ്റ്റേറ്റിൽ ഒരു പാറമടയുണ്ട് എന്ന് പറയും. നമുക്കറിയില്ല. റോക്ക് സെന്റർ എന്ന് പറയുന്നതിന് മുകളിൽ പാറമടയുണ്ട്. പാറമട ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. പാറമട ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വലിയ തോതിൽ വെള്ളം ശേഖരിക്കപ്പെടുകയും അല്ലെങ്കിൽ പാറമടയും മണ്ണും തമ്മിലുള്ള ബന്ധം വിട്ട് വലിയ തോതിൽ വെള്ളം ഇറങ്ങുകയും ചെയ്താൽ അത് ഉരുൾപൊട്ടലിന് സാധ്യത വയ്ക്കും. ഇപ്പോ ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് ആണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പക്ഷേ അവിടെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മൾ അറിയില്ല. ചൂരൽമലയിൽ ഒരു ദുരന്ത സാധ്യതയുമില്ല. പക്ഷെ ചൂരൽമലയിലേക്ക് ഇത് മുഴുവൻ ഒഴുകി വരികയാണ്. അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ചാലിയാറിൽ ഒരു ദുരന്ത സാധ്യതയും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ദുരന്ത സാധ്യതയുള്ള ഒരു സ്ഥലം മറ്റു പല പ്രദേശങ്ങളെയും ദുരന്തബാധിതമാക്കും എന്ന അറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾ തടയണമെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രളയം പോലെയുള്ള സംഭവവികാസങ്ങൾ തടയണം. എന്ത് ചെയ്യണം? ഇത് അവിടെ മാത്രമല്ല, നമ്മുടെ ഇടനാട്ടിലും ഈ പ്രശ്നമുണ്ട്. ഇടനാട്ടിലും വലിയ തോതിൽ വെള്ളം പോകാനുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം 2018 പ്രളയത്തിന് ശേഷം റൂം ഫോർ റിവർ വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് വേറൊരു കാര്യം. വെള്ളം താഴേക്ക് വന്നാൽ ഇത് പരക്കുന്നു. ഇപ്പൊ പെരിയാറിൽ തന്നെ വലിയ തോതിൽ വെള്ളം കയറി എന്നാണ് നമ്മൾ പറയുന്നത്. ഭാഗ്യത്തിന് ഡാം തുറന്നു വിടേണ്ടി വന്നിട്ടില്ല. ഡാം തുറന്നു വിടേണ്ടി കൂടി വന്നാൽ ഇവിടെയും അത് തന്നെയായിരിക്കും അവസ്ഥ. ഇനിയും ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം ഇനിയും മഴ വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. കാലാവസ്ഥ മാറി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വികസനത്തെക്കുറിച്ചോ സുഖത്തെക്കുറിച്ചോ സൗകര്യത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോഴും അതിനേക്കാളൊക്കെ പ്രധാനമായി കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രതിസന്ധി നേരിടാനുള്ള ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയും. കാലാവസ്ഥയുടെ ആഘാതം കുറയ്ക്കാനുള്ള മിറ്റിഗേഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്കധികം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഡാപ്റ്റേഷൻ, അതിനനുസരിച്ച് നമ്മൾ മാറുക, നമ്മുടെ ജീവിത രീതികൾ മാറുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ ഉണ്ടാവുന്ന, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്ന ടോക്കിയോ പോലൊരു നഗരത്തിൽ ഒരു ഭൂചലനം ഉണ്ടായാൽ ഒരാൾ പോലും മരിക്കാറില്ല. കാരണം അവരുടെ കെട്ടിട നിർമ്മാണം അത്തരത്തിലുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ, ഇപ്പോൾ ഷാങ്ഹായ് ആണെങ്കിലും നഗരങ്ങളിൽ ഒന്നാണ് ടോക്കിയോ. എന്നിട്ട് പോലും അവിടെ ഒരു ഭൂചലനം ഉണ്ടായാൽ ഒരാൾ പോലും മരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം അവിടുത്തെ കെട്ടിട നിർമ്മാണത്തിൽ അവർ പാലിച്ചിട്ടുള്ള ചില രീതികളുണ്ട്.
ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് പോവില്ല. വീട് വീണാൽ തന്നെ ആൾ മരിക്കാത്ത തരത്തിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ പാരിസ്ഥിതികമായ സത്യങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ സംബന്ധിച്ച സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ എന്നൊരു മുന്നറിയിപ്പാണ് ഇത്രയേറെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മുമ്പിൽ ഉത്തരാഖണ്ഡുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഷിരൂരുണ്ട്, നിരവധി ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാൽ നമുക്ക് ഒരുപക്ഷെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിജീവനം വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ അപകടത്തിൽ പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് അടിയന്തര സഹായം എത്തിക്കേണ്ടതുണ്ട്. പലരും എത്തിക്കുന്നുണ്ട്. നാളെ രാവിലെ ഇവിടെ എത്തിച്ചാൽ നാളെ ഒരു ചെറിയ സംഘം ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സംഘത്തിൻ്റെ കയ്യിൽ നമുക്ക് കൊടുത്തേക്കാവുന്നത് പുതിയ വസ്തുക്കൾ, പ്രത്യേകിച്ചും ലുങ്കിയും ബനിയനും സാനിറ്ററി നാപ്കിനും അതുപോലെയുള്ള സംഗതികളും, ഭക്ഷ്യവസ്തുക്കളിൽ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ. പ്രധാനമായും നമുക്ക് വേണ്ടത് പഞ്ചസാരയോ അരി, 5 കിലോയുടെ അരിയോ അല്ലെങ്കിൽ ചായപ്പൊടിയോ അങ്ങനെയുള്ള വസ്തുക്കൾ, ബിസ്ക്കറ്റ്, റസ്ക്, ബെന്ന് അതുപോലെയുള്ള വസ്തുക്കൾ, തിന്നാനുള്ള വസ്തുക്കൾ പാക്ക് ചെയ്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെ കാക്കനാട് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് കൊടുത്തേക്കാം. മറ്റാളുകൾ ഉണ്ടെങ്കിൽ കളക്ടറോ മറ്റു രീതിയിലോ കൊണ്ടുപോകുന്നെങ്കിൽ അവരെ കൊടുത്തേക്കാം. ഇവിടെ അങ്ങനെ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ പറയാം: 9446496332.